സാഹചര്യത്തിൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ സംവേദകങ്ങൾ എന്ന് പറയുന്നു. ക്യാമറയും സ്കാനറുമാണ് ഇതിന് ഉദാഹരണം. വസ്തുക്കൾ പ്രതിഫലിപ്പിക്കുന്ന വൈദ്യുതകാന്തിക വികിരണങ്ങളാണ് സംവേദകങ്ങൾ പകർത്തുന്നത്. സംവേദനങ്ങളെ സ്ഥാപിച്ചിരിക്കുന്ന പ്രതലത്തെ പ്ലാറ്റ്ഫോമിനെ ഊർജ്ജോറവിടത്തെ അടിസ്ഥാനമാക്കി വിദൂര സംവേദനം പലതായി തരംതിരിക്കുന്നുണ്ട്. ഊർജ്ജ ഉറവിടത്തെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണം: പരോക്ഷ വിദൂര സംവേദനം, പ്രത്യക്ഷ വിദൂര സംവേദനം. സൗരോർജ്ജത്തിന്റെ സഹായത്താൽ നടക്കുന്ന വിദൂര സംവേദനമാണ് പരോക്ഷ വിദൂര സംവേദനം. ഇവിടെ സംവേദനത്തിൽ നിന്ന് സ്വയം ഊർജ്ജം പുറപ്പെടുവിക്കില്ല. പ്രത്യക്ഷ വിദൂര സംവേദനം സംവേദനം പുറപ്പെടുവിക്കുന്ന കൃത്രിമ ഊർജ്ജത്തിന്റെ അഥവാ പ്രകാശത്തിന്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് പ്രത്യക്ഷ വിദൂര സംവേദനം. പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള ഭൂപ്രതലത്തിൽ നിന്നിപ്പോൾ ഉപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ് ഭൂതല ഛായാഗ്രഹണം. ഇവിടെ ക്യാമറയാണ് സംവേദകമായി ഉപയോഗിക്കാറ്. ആകാശീയ വിദൂര സംവേദനം വിമാനത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറകളുടെ സഹായത്തോടെ ആകാശത്ത് നിന്നും ഭൂപ്രതലത്തിലെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം. വിസ്തൃതി കുറഞ്ഞ പ്രദേശത്തിന്റെ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുന്നു. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഏത് പ്രദേശത്തിന്റെ വിവരങ്ങൾ ശേഖരിക്കാം. വിമാനങ്ങൾ കടന്നു പോകുന്ന പ്രദേശത്തിന്റെ തുടർച്ചയായ ചിത്രങ്ങൾ ലഭിക്കുന്നുണ്ട്. തുടർച്ച നിലനിർത്തുന്നത് സ്റ്റീരിയോസ്കോപ്പിന്റെ സഹായത്താൽ വിമാന തലവീക്ഷണം ലഭ്യമാക്കുന്നതിനുണ്ട്. ഓരോ ആകാശീയ ചിത്രത്തിലും തൊട്ടുമുമ്പ് ചിത്രീകരിച്ച ചിത്രത്തിന്റെ ഏകദേശം 60% ഭാഗം കൂടി പകർത്തിയെടുക്കാറുണ്ട്. ഇതിനെ ആകാശീയ ചിത്രങ്ങളിലെ ഓവർലാപ്പ് എന്ന് വിളിക്കുന്നു. ഒരു പ്രദേശത്തെ ഒന്നാകെ കാണുന്നതിന് വേണ്ടി ത്രിമാന ദൃശ്യത്തിന്റെ സഹായത്താൽ ഭൂപ്രതലത്തിന്റെ ഉയർച്ച താഴ്ചകൾ വേർതിരിച്ചറിയുന്നതിനു വേണ്ടി ആകാശ ചിത്രങ്ങളെ പ്രയോജനപ്പെടുത്തുന്നു. ഓവർലാപ്പോട് കൂടി ഒരു ജോഡി ചിത്രങ്ങളെ സ്റ്റീരിയോ പെയർ എന്ന് വിളിക്കുന്നു. ഈ സ്റ്റീരിയോ പെയറിന് ത്രിമാന ദൃശ്യം ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ്. ഒരു സ്റ്റീരിയോ പെയറിനെ സ്റ്റീരിയോസ്കോപ്പിലൂടെ വീക്ഷിക്കുമ്പോൾ ഉൾപ്പെട്ട പ്രദേശത്തിന്റെ ത്രിമാന ദൃശ്യം ലഭ്യമാകുന്നു. ഇങ്ങനെ ലഭ്യമാകുന്ന ത്രിമാന ദൃശ്യത്തെ സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്ന് വിളിക്കുന്നു. ഉപഗ്രഹ വിദൂര സംവേദനം കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സംവേദനങ്ങളായി വിവരശേഖരണം നടത്തുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ വിദൂര സംവേദനം. കൃത്രിമ ഉപഗ്രഹങ്ങളെ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ, സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്നിങ്ങനെ രണ്ടായി തിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സൗരസ്ഥിര ഉപഗ്രഹങ്ങളാണ്. ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്ന ഉപഗ്രഹങ്ങളാണിവ. സഞ്ചാരപാത ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 900 കിലോമീറ്റർ ഉയരത്തിലാണ്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെക്കാൾ കുറഞ്ഞ നിരീക്ഷണ പരിധിയാണ്. കൃത്യമായ ഇടവേളകളിൽ ഒരു പ്രദേശത്തിന്റെ ആവർത്തിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു. വിദൂര സംവേദനത്തിന് മുഖ്യമായും ഈ ഉപഗ്രഹങ്ങളെ ഉപയോഗിക്കുന്നു. IRS, ലാൻസാറ്റ് തുടങ്ങിയ ഉപഗ്രഹങ്ങൾ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ്. പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം, ഭൂഗർഭജലം മുതലായവ ഉപയോഗിക്കുന്നു.